നിങ്ങൾക്ക് പലർക്കും അറിയാവുന്ന പോലെ ബിറ്റ്കോയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രചാരമുള്ളതും ഏറ്റവും കൂടുതൽ അപ്രീസിയേഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള ഒരു ക്രിപ്റ്റോ കറൻസിയാണ്. ബിറ്റ്കോയിനുകൾ അടക്കമുള്ള ക്രിപ്റ്റോ കറൻസികൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ഇന്റർമീഡിയറ്റ് പാർട്ടി ഇല്ലാത്ത രീതിയിൽ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനുകൾ നടത്താനായിട്ട് നമ്മളെ സഹായിക്കുക എന്നുള്ളതാണ് ഈ ബിറ്റ്കോയിൻ പോലുള്ള ക്രിപ്റ്റോ കറൻസികൾ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ബിറ്റ്കോയിനുകൾ നമ്മൾക്ക് നേടുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ ബിറ്റ്കോയിനുകൾ ഉപയോഗിച്ച് നമ്മൾ കൂടുതൽ പണം ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ്. ഈ വീഡിയോ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും, അതുകൊണ്ട് തന്നെ വീഡിയോ അവസാനം വരെ കാണുക. ഇത്തരം ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകൾ നമ്മൾക്ക് ചെയ്യാനായിട്ടുള്ള ഒരു സപ്പോർട്ട് തന്നുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും സേഫും സെക്യൂറുമായിട്ടുള്ള CoinDCX എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്രിപ്റ്റോ കറൻസി ട്രേഡിംഗ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് പ്ലാറ്റ്ഫോമാണ്. അതുപയോഗിച്ച് നിങ്ങൾക്ക് ബിറ്റ്കോയിനുകൾ അടക്കമുള്ള കോയിനുകൾ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാനും ഇൻവെസ്റ്റ് ചെയ്യാനും ഒക്കെ സാധിക്കും. അപ്പോൾ അതിന്റെ ഒരു ഡെമോൺസ്ട്രേഷനും കൂടെ ഈ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ സുബീഷാണ്. റുപ്പിമംഗ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലൂടെയും ആസ്ക് റുപ്പിമംഗ് എന്ന് പറഞ്ഞ വാട്സ്ആപ്പ് സർവീസിലൂടെയും പേഴ്സണൽ ഫിനാൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞത് ഞാനാണ്. ഇന്നത്തെ വീഡിയോയിൽ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ട് പറയുന്നത്. നമുക്ക് ബിറ്റ്കോയിനുകൾ എങ്ങനെ നേടാം എന്നുള്ളതാണ് ഒന്നാമതായിട്ട് പറയുന്ന കാര്യം. അതിനുള്ള ഒരു 10 മെത്തേഡുകൾ നമ്മൾ പറഞ്ഞുതരും. രണ്ടാമത്തെ കാര്യം നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ വാങ്ങിയിട്ടുള്ളതോ നേടിയിട്ടുള്ളതുമായിട്ടുള്ള ബിറ്റ്കോയിനുകൾ ഉപയോഗിച്ച് നമ്മളുടെ പണം എങ്ങനെ വർദ്ധിപ്പിക്കാം. അങ്ങനെ രണ്ട് കാര്യങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ സെക്ഷനായിട്ടുള്ള ബിറ്റ്കോയിനുകൾ എങ്ങനെ നേടാം എന്ന് പറഞ്ഞ സെക്ഷനിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ, ബിറ്റ്കോയിനുകൾ നേടുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ടതും ഒന്നാമത്തേതുമായിട്ടുള്ള സ്റ്റെപ്പാണ് ബിറ്റ്കോയിൻ മൈനിങ്, അല്ലെങ്കിൽ ക്രിപ്റ്റോ കറൻസിയുടെ മൈനിങ് എന്ന് പറഞ്ഞ പ്രോസസ്സ്. മൈനിങ് എന്ന് പറഞ്ഞ പ്രോസസ്സ് എന്താണെന്ന് വെച്ചാൽ വളരെ പവർഫുൾ ആയിട്ടുള്ള കമ്പ്യൂട്ടറുകൾ ഉപയോഗിച്ച് ഒരു പ്രത്യേക തരത്തിലുള്ള മാത്തമാറ്റിക്കൽ ഇക്വേഷൻ സോൾവ് ചെയ്യുകയും അങ്ങനെ സോൾവ് ചെയ്യുന്നത് വഴി ബിറ്റ്കോയിൻ ട്രാൻസാക്ഷനുകളുടെ ലെജിറ്റിമസി, അത് പ്രോപ്പർ ആണോ എന്നുള്ളത് എൻഷുർ ചെയ്യുകയും അങ്ങനെ എൻഷുർ ചെയ്യുന്ന ആദ്യത്തെ ഇതും ഏറ്റവും കൃത്യമായിട്ട് എൻഷുർ ചെയ്യുന്നതുമായിട്ടുള്ള ആളുകൾക്ക് ഒരു റെമ്യൂണറേഷൻ എന്നുള്ള രീതിയിൽ ലഭിക്കുന്നതാണ് ഈ ബിറ്റ്കോയിൻസ്. അപ്പോൾ രണ്ട് കണ്ടീഷനുകൾ സാറ്റിസ്ഫൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ബിറ്റ്കോയിൻ കിട്ടും. അങ്ങനെയാണ് മൈൻ ചെയ്ത് ബിറ്റ്കോയിൻ എടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ലോകത്ത് അവൈലബിൾ ആയിട്ടുള്ള ബിറ്റ്കോയിനുകളിൽ ഭൂരിഭാഗവും ഇങ്ങനെ മൈൻ ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പൊ ഇങ്ങനെ മൈൻ ചെയ്തെടുത്തിട്ടുള്ള ബിറ്റ്കോയിനുകൾ നമ്മളുടെ ഇപ്പോഴത്തെ ഒരു അറിവനുസരിച്ച് 2041 കൂടി ബിറ്റ്കോയിൻ മൈൻ ചെയ്തെടുക്കുന്നത് അവസാനിപ്പിക്കാനായിട്ട് പറ്റുമെന്നാണ് പറയുന്നത്. അതായത് 2041 കൂടി ലോകത്തെ പ്രചാരത്തിൽ വരുന്ന എല്ലാ ബിറ്റ്കോയിനുകളും ആളുകൾ മൈൻ ചെയ്തെടുക്കും. അത് കഴിഞ്ഞാൽ പിന്നെ ബിറ്റ്കോയിനുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസാക്ട് ചെയ്യുന്ന ഒരു കാര്യം മാത്രമേ ഉണ്ടാവുള്ളൂ എന്നാണ് പറയപ്പെടുന്നത്. ഈ ബിറ്റ്കോയിൻ മൈനിങ് എന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞ പോലെ എളുപ്പമുള്ള പരിപാടിയൊന്നുമല്ല. അതുകൊണ്ട് തന്നെ അത് വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള കമ്പ്യൂട്ടറുകൾ ഉള്ളവർക്കോ വളരെ നോളജബിൾ ആയിട്ടുള്ള ആളുകൾക്കോ അതിൽ എൻതൂസിയാസ്റ്റിക് ആയിട്ടുള്ള ആളുകൾക്കോ മാത്രമേ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ നമുക്ക് മറ്റുള്ള ഒരു 9 വഴികൾ കൂടെ, ബിറ്റ്കോയിനുകൾ നേടാനുള്ള ഒരു 9 വഴികൾ കൂടെ നമുക്ക് പറയാം. അതും അത്ര എളുപ്പമൊന്നുമല്ല, എങ്കിലും അതിലും ചെറിയ രീതിയിലൊക്കെ ബിറ്റ്കോയിനുകൾ നമുക്ക് നേടാനായിട്ട് സാധിക്കുമെന്നാണ് കാലം തെളിയിച്ചിട്ടുള്ളത്. ഒന്നാമത്തെ എന്താണെന്ന് വെച്ചാൽ, ലോകത്ത് പല വെബ്സൈറ്റുകളുണ്ട്. അതിലെ ചില പ്രത്യേക കാര്യങ്ങൾ ചെയ്ത് അവസാനിപ്പിക്കുന്നവർക്ക് ബിറ്റ്കോയിനുകൾ ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അത്തരം സൈറ്റുകളുടെ ഡീറ്റെയിൽസ് നമ്മൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. രണ്ടാമതായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ പലതരം ലേണിംഗ് സൈറ്റുകൾ അവൈലബിൾ ആണ്. അത്തരം ലേണിംഗ് സൈറ്റുകളിൽ നമ്മൾ ബിറ്റ്കോയിനുകളെ പറ്റിയിട്ടുള്ള ലേണിങ്ങോ അല്ലെങ്കിൽ മറ്റുള്ള ലേണിങ്ങോ ഒക്കെ കംപ്ലീറ്റ് ആവുകയാണ്. അതിലുള്ള ക്വിസുകളിൽ പങ്കെടുത്ത് വിജയിക്കുകയൊക്കെയാണെന്നുണ്ടെങ്കിൽ ബിറ്റ്കോയിനുകളുടെ ചെറിയ പോർഷനൊക്കെ കിട്ടുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. മറ്റൊന്ന്, നമ്മൾക്ക് നമ്മളുടെ വെബ്സൈറ്റുകൾ വഴിയോ നമ്മളുടെ മേഖലകൾ വഴിയോ നമ്മൾ ചില കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്താൽ അതിനുള്ള ഒരു റിവാർഡ് എന്നുള്ള രീതിയിൽ ചില കമ്പനികളും ചില സ്ഥാപനങ്ങളും ഒക്കെ ബിറ്റ്കോയിനുകൾ റിവാർഡായിട്ട് കൊടുക്കാറുണ്ട്. അതുപോലെ ഓൺലൈനായിട്ടുള്ള ഗെയിമുകളിൽ ചില ഗെയിമുകളിൽ വിൻ ചെയ്യുന്നവർക്ക് ഒരു പാരിതോഷികം എന്നുള്ള നിലയ്ക്ക് ഈ ബിറ്റ്കോയിനുകൾ റിവാർഡായിട്ട് കൊടുക്കാറുണ്ട്. മറ്റൊരു ഓപ്ഷൻ നമ്മൾ കണ്ടിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഈ ഷോപ്പിംഗ് സൈറ്റുകൾ, പല ഷോപ്പിംഗ് സൈറ്റുകളിലും നമ്മൾ പ്രത്യേക കാര്യങ്ങൾ ബൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ റിവാർഡുകളായിട്ട് ഈ ബിറ്റ്കോയിനുകളുടെ ചെറിയ അളവിലുള്ള ബിറ്റ്കോയിനുകൾ ലഭിക്കാറുണ്ട്. മറ്റൊന്ന് ഉള്ളത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഓൺലൈനായിട്ട് ചെയ്യുന്ന ടാസ്കുകൾ അല്ലെങ്കിൽ ചില ആക്ടിവിറ്റികളൊക്കെ കംപ്ലീറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് റിവാർഡുകളായിട്ട്
ഈ ബിറ്റ് കോയിനുകൾ കൊടുക്കുന്ന സൈറ്റുകൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതുപോലെ പല സ്ഥാപനങ്ങളും ഡൊണേഷൻസ് ആയിട്ട് സ്വീകരിക്കുന്നത് ഈ ബിറ്റ് കോയിനുകളാണെന്ന് പറയപ്പെടുന്നു. ഡൊണേഷൻസ് സ്വീകരിക്കുക അല്ലെങ്കിൽ ഡൊണേഷൻസ് കൊടുക്കുകയൊക്കെ ബിറ്റ് കോയിനുകൾ വഴി ഡൊണേറ്റ് ചെയ്യുന്നതും ഡൊണേഷൻ വാങ്ങുന്നതുമായിട്ടുള്ള സ്ഥാപനങ്ങളുണ്ട്. അപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു കോസിന് വേണ്ടിയിട്ട് നമ്മൾ ഡൊണേഷൻ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ബിറ്റ് കോയിനുകൾ ആയിട്ട് അക്സെപ്റ്റ് ചെയ്യാം. അങ്ങനെയും ബിറ്റ് കോയിനുകൾ ഇപ്പോൾ ട്രാൻസാക്ട് ചെയ്യപ്പെടുന്നുണ്ട്. പല ആളുകളും ഇപ്പോൾ സാലറി ആയിട്ടും അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നതിന്റെ റെമ്യൂണറേഷൻ ആയിട്ടും ഒക്കെ ബിറ്റ് കോയിനുകൾ വാങ്ങുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. പല സാധനങ്ങളും നമ്മൾ സെല്ല് ചെയ്യുമ്പോൾ കിട്ടുന്ന തുക പൈസയായിട്ട് അല്ലെങ്കിൽ കറൻസി ആയിട്ട് വാങ്ങുന്നതിന് പകരം ബിറ്റ് കോയിനുകളായിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന പല സൈറ്റുകളും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. പത്താമത്തേതും കൂടുതൽ എളുപ്പമുള്ളതായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞാൽ അഫിലിയേറ്റ് ആയിട്ടുള്ള മാർക്കറ്റിംഗ്. ഒരു ബ്രാൻഡിനെ പ്രൊമോട്ട് ചെയ്യുക അല്ലെങ്കിൽ നമ്മളൊരു ബ്രാൻഡിന് വേണ്ടി വർക്ക് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഫ്രീ ആയിട്ട് ബിറ്റ് കോയിനുകൾ കിട്ടും. ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഈ വീഡിയോ സ്പോൺസർ ചെയ്തിട്ടുള്ള CoinDCX എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ പുതിയതായിട്ടൊരു അക്കൗണ്ട് എടുക്കുകയാണ് എന്നിട്ട് സൈൻ അപ്പ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ 100 രൂപ വിലയുള്ള ബിറ്റ് കോയിനുകൾ നിങ്ങൾക്ക് ലഭിക്കും. എങ്ങനെയാണ് ബിറ്റ് കോയിൻ ഉപയോഗിച്ച് പണം നേടുക എന്നുള്ളതാണ് അടുത്തായിട്ട് പറയുന്നത്. ബിറ്റ് കോയിൻ ഉപയോഗിച്ച് പണം നേടുന്നതിന് പ്രധാനമായും 3 വഴികളാണുള്ളതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഒന്നാമത്തേത് ഇൻവെസ്റ്റ്മെന്റുകളാണ്. അതായത് ബിറ്റ് കോയിനുകൾ ഉപയോഗിച്ചുള്ള ഇൻവെസ്റ്റ്മെന്റുകൾ. നമ്മൾക്ക് ചെറിയ കാലത്തേക്കോ ദീർഘകാലത്തേക്കോ ഇടത്തരം കാലത്തേക്കോ ഉള്ള നിക്ഷേപങ്ങൾ നമ്മൾക്ക് ബിറ്റ് കോയിനുകൾ ഉപയോഗിച്ച് ചെയ്യാം. നമ്മളിപ്പോൾ മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപിക്കാറുണ്ട്, സ്റ്റോക്കുകളിൽ നിക്ഷേപിക്കാറുണ്ട്. അതുപോലെ നമുക്ക് ബിറ്റ് കോയിനുകളിലും നിക്ഷേപിക്കാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ബിറ്റ് കോയിൻ്റെ ഒരു ഓവറോൾ ആയിട്ടുള്ള ഒരു ട്രെൻഡ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബിറ്റ് കോയിൻ ഒരു മറ്റേത് അസറ്റിനേക്കാളും ഈ അടുത്ത കാലത്ത് വളരെ വലിയ രീതിയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു അസറ്റാണ്. പക്ഷെ എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ബിറ്റ് കോയിൻ ഒരു വോളാറ്റൈൽ ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. അതായത് അതിന്റെ വിലകൾ വലിയ രീതിയിൽ ചാഞ്ചാടാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് അങ്ങനെ ഒരു വൊളാറ്റിലിറ്റി റിസ്ക് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് ചെറിയ കാലത്തേക്കോ ഇടത്തരം കാലത്തേക്കോ ദീർഘകാലത്തേക്കോ ഒക്കെ നിക്ഷേപിക്കുന്ന ആളുകളുണ്ട്. ഇപ്പോൾ പേഴ്സണലി ഞാൻ തന്നെ ചെറിയ രീതിയിൽ CoinDCX ഉപയോഗിച്ച് ബിറ്റ് കോയിനുകളിൽ വളരെ ചെറിയ രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഇനി രണ്ടാമത്തെ സെക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രേഡിംഗ് ആണ്. നമ്മൾ ഷെയർ ട്രേഡിങ്ങിനെ പറ്റി കേട്ടിട്ടുണ്ട് അല്ലേ? നമ്മളിപ്പോൾ ടെക്നിക്കൽ അനാലിസിസ് ഒക്കെ നോക്കിയിട്ട് ക്യാൻഡിൽസും അതുപോലെ റേഞ്ച് ബ്രേക്ക് ഔട്ടും ഒക്കെ നോക്കിയിട്ട് നമ്മൾ ട്രേഡ് ചെയ്യാറുണ്ട്. അത് സ്റ്റോക്കുകൾ മാത്രമല്ല, നമ്മൾക്ക് ബിറ്റ് കോയിനുകളിലും ട്രേഡ് ചെയ്യാമെന്നാണ് ഇപ്പൊ മനസ്സിലായിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ എങ്ങനെ ഷെയറിൽ ട്രേഡ് ചെയ്യുന്നു അതുപോലെ നമ്മൾക്ക് ബിറ്റ് കോയിനുകളിലും ട്രേഡ് ചെയ്യാനായിട്ട് സാധിക്കും. മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആർബിട്രാജ് ഓപ്പർച്യൂണിറ്റീസ് ആണ്. ആർബിട്രാജ് ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ചെറിയ വിലയിൽ കിട്ടുന്ന ഒരു സ്ഥലത്ത് നിന്ന് ബിറ്റ് കോയിനുകൾ വാങ്ങി വലിയ വിലയ്ക്ക് കിട്ടുന്ന ഒരു സ്ഥലത്തേക്ക് നമ്മൾ വിറ്റ് കഴിഞ്ഞാൽ എന്തുണ്ടാവും? നമുക്ക് ആ ഒരു ഡിഫറൻസ് നമുക്ക് നമ്മളുടെ ലാഭമായിട്ട് കണക്ക് കൂട്ടാനായിട്ട് സാധിക്കില്ല. ഇങ്ങനെ നമ്മൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാനും ട്രേഡ് ചെയ്യാനും ഒക്കെ ഉള്ള ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും സേഫും ആയിട്ടുള്ള വളരെ എളുപ്പത്തിൽ ബിറ്റ് കോയിനുകൾ ഉൾപ്പെടെയുള്ള ക്രിപ്റ്റോ കറൻസികളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലാറ്റ്ഫോമാണ് CoinDCXന്റെ പ്ലാറ്റ്ഫോം. അപ്പോൾ CoinDCXന്റെ പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് നിങ്ങൾക്ക് ബിറ്റ് കോയിനുകൾ ഉൾപ്പെടെയുള്ള ക്രിപ്റ്റോ കറൻസികളിൽ ഇൻവെസ്റ്റ് ചെയ്യാനും ട്രേഡ് ചെയ്യാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് CoinDCX ഡൗൺലോഡ് ചെയ്യുക. ആധാർ കാർഡ്, പാൻ കാർഡ് പോലുള്ള രേഖകൾ ഉപയോഗിച്ച് നിങ്ങളുടെ യൂസർ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആക്കുക. KYC പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് നിങ്ങളുടെ ബാങ്ക് ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കേണ്ടി വരും. അങ്ങനെയൊക്കെ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഏതൊരു പുതിയ ആളായാലും അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള യൂസർ ആയാലും വളരെ എളുപ്പത്തിൽ ബിറ്റ് കോയിനുകൾ വാങ്ങാനും വിൽക്കാനും ഉള്ള ഓപ്ഷൻ നിങ്ങൾക്ക് ലഭിക്കും. വെറും 100 രൂപ വരെ നിങ്ങൾക്ക് ഈ CoinDCXന്റെ വാലറ്റിലേക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ 100 രൂപ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 10 രൂപയുടെ വരെ കോയിൻ ട്രാൻസാക്ഷനുകൾ നിങ്ങൾക്ക് നടത്താനായിട്ട് സാധിക്കും. CoinDCXന്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വളരെ ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള കോയിനുകൾ മാത്രമേ ഇവര് ട്രേഡ് ചെയ്യാനോ ഇൻവെസ്റ്റ് ചെയ്യാനോ അനുവദിക്കുന്നുള്ളൂ എന്നുള്ളതാണ്. ഇപ്പോൾ വളരെയധികം ഫ്രോഡുലന്റ് ആയിട്ടുള്ള ആക്ടിവിറ്റികൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയയാണ് ഈ ക്രിപ്റ്റോ കറൻസി ഏരിയ. പക്ഷേ CoinDCXൽ പരമാവധി നല്ല ക്രെഡിബിലിറ്റി ഉള്ള കോയിനുകൾ മാത്രമേ ഇൻവെസ്റ്റ്മെന്റും ട്രേഡിംഗും നടത്താൻ പറ്റുള്ളൂ. ഈ CoinDCXന്റെ പ്രധാനപ്പെട്ട പ്രത്യേകതകൾ എന്താണെന്ന് വെച്ചാൽ ഇവരുടെ സേഫ്റ്റി ആസ്പെക്റ്റുകളാണ്. ഇവരുടെ സേഫ്റ്റി ആസ്പെക്റ്റുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവരുടെ ട്രാൻസാക്ഷൻ പാസ്വേഡ്, വിഡ്രോവൽ പാസ്വേഡ് സപ്പോർട്ട്, അതോടൊപ്പം തന്നെ 2 ഫാക്ടർ ഓതന്റിക്കേഷൻ,
മുതലായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് വളരെ സേഫ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻ എക്സ്പീരിയൻസ് തരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ പ്ലാറ്റ്ഫോം ISO സർട്ടിഫൈഡ് ആണ്. അതിൻ്റെതായിട്ടുള്ള ഒരു ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് മീറ്റ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് CoinDCX. പലരും ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്, ഇന്ത്യയിലുള്ള ആളുകൾക്ക് ബിറ്റ് കോയിനുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാനോ ട്രേഡ് ചെയ്യാനോ പറ്റുമോ എന്നുള്ളത്. ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഉള്ള ഇൻഫർമേഷൻ എന്താണെന്ന് വെച്ചാൽ, നമ്മൾക്ക് ഇന്ത്യയിലെ ക്രിപ്റ്റോകറൻസികൾ ലീഗലാണ് എന്നുള്ളതാണ്. മറ്റൊരു തരത്തിലുള്ള നിയമങ്ങളും ബിറ്റ് കോയിനുകൾ അല്ലെങ്കിൽ മറ്റുള്ള ക്രിപ്റ്റോകറൻസികൾ ട്രേഡ് ചെയ്യുന്നതിൽ നിന്ന് നമ്മളെ വിലക്കുന്നില്ല. അതുകൊണ്ട് പൂർണ്ണമായിട്ടും നിയമവിധേയമായിട്ടുള്ള ആക്ടിവിറ്റിയാണിത്. CoinDCX വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള KYC പ്രൊസീജിയറുകൾ, അതോടൊപ്പം തന്നെ ആന്റി മണി ലോണ്ടറിങ് പ്രൊസീജിയറുകളൊക്കെ ഫോളോ ചെയ്യുന്നു എന്നുള്ളത് ബിറ്റ്കോയിനെ ഒരു സേഫും സെക്യൂർ ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ആക്കിയിട്ട് നിലനിർത്തുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ബിറ്റ്കോയിന്റെ ട്രേഡിംഗ് നടക്കുന്നത് 24/7 ആണ്. അതായത് 24 മണിക്കൂറും 7 ദിവസവും പ്രവർത്തിക്കുന്നതാണ് ബിറ്റ്കോയിന്റെ മാർക്കറ്റുകൾ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള പണം ഈ CoinDCXലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാം, ഇൻവെസ്റ്റ് ചെയ്യാം. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് പൈസ പിൻവലിക്കാനും സാധിക്കും. എല്ലാം വളരെ എളുപ്പത്തിൽ വളരെ സേഫ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് CoinDCX എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. നിങ്ങൾക്ക് CoinDCXൽ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നതിനായിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് ഉപയോഗിച്ചുകൊണ്ട് CoinDCXന്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് പ്രൊമോഷൻ കോഡായിട്ടുള്ള ₹100 കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 ഗുണങ്ങളാണുള്ളത്. ഒന്ന്, 100 രൂപ വിലയുള്ള ബിറ്റ് കോയിനുകൾ നിങ്ങളുടെ വാലറ്റിൽ അവൈലബിൾ ആയിരിക്കും. അതോടൊപ്പം തന്നെ പൂൾ ചെയ്തിട്ടുള്ള 50 ലക്ഷം രൂപ വിലയുള്ള ബിറ്റ് കോയിനുകളിൽ വിജയിക്കാനുള്ള ഒരു ഓപ്ഷൻ ലഭിക്കുകയും ചെയ്യും. ഈ കാര്യങ്ങളൊക്കെ പല കാര്യങ്ങളും നമ്മൾക്ക് അറിവില്ലാത്ത കാര്യങ്ങളാണ്. ബിറ്റ് കോയിൻ താരതമ്യേന പുതിയൊരു മേഖലയാണ് അല്ലെ. അതുകൊണ്ട് തന്നെ ഈ ബിറ്റ് കോയിനിൽ ഇൻവെസ്റ്റ് ചെയ്യാനും ട്രേഡ് ചെയ്യാനും ഒക്കെ എങ്ങനെ സാധിക്കും, ബിറ്റ് കോയിന്റെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണ്, അങ്ങനെയുള്ള ബെസ്റ്റ് പ്രാക്ടീസസ് എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തന്നെ തീർത്തും സൗജന്യമായിട്ട് നിങ്ങൾക്ക് ഈ കാര്യങ്ങളെല്ലാം പഠിച്ച് മനസ്സിലാക്കാനുള്ള DCX ലേൺ എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോം കൂടെ CoinDCX അവതരിപ്പിക്കുന്നുണ്ട്. DCX ലേൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 100% ഫ്രീ ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോമാണ്. അതുപയോഗിച്ച് നമുക്ക് ക്രിപ്റ്റോകറൻസികളെ പറ്റിയും ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയെ പറ്റിയും വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. മനസ്സിലാക്കിയതിനു ശേഷം നിങ്ങളുടെ ഒരു കംഫർട്ടിനനുസരിച്ച്, നിങ്ങളുടെ ഒരു റിസ്ക് എടുക്കാനുള്ള എബിലിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് ബിറ്റ് കോയിനുകൾ അടക്കമുള്ള ക്രിപ്റ്റോകറൻസികൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഇപ്പോഴത്തെ ഒരു പോക്ക് കണ്ടിട്ട് ഭാവി എന്താണ് ബിറ്റ് കോയിനുകളുടെ അല്ലെങ്കിൽ ക്രിപ്റ്റോകറൻസികളുടെ ആണ് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ഇതിൽ നിന്ന് മാറി നിൽക്കുന്ന അത്ര ബുദ്ധിപരമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതിനെ പറ്റിയിട്ട് കൂടുതൽ എന്തെങ്കിലും അറിയേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മളുടെ വാട്സ്ആപ്പ് നമ്പർ ആയിട്ടുള്ള 8848030018 നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ ചെയ്തിട്ടുള്ള 2 വീഡിയോസിന്റെ ലിങ്കാണ് ഇവിടെ കാണുന്നത്. അത് കണ്ടുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് ഉപയോഗിച്ച് CoinDCX ഡൗൺലോഡ് ചെയ്യാൻ ശ്രമിക്കാവുന്നതാണ്.